മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവൻ്റെ രൂപം മിന്നൽപ്പിന്നൽ പോലെ ആയിരുന്നു, വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറവുകൊണ്ട് മരവിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മൾ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തിരുനാളുകൾ തന്നെ തിരുനാളായിട്ടുള്ള ഈസ്റ്റർ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആഴ്ചയുടെ ഒന്നാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈസ്റ്ററിൽ കർത്താവിൻ്റെ ഉത്ഥാനമാണ്, ഉയർപ്പാണ് നമ്മൾ ഓർക്കുന്നത്. ഈ ഉയർപ്പിനെ പറ്റി ചിന്തിക്കുന്ന അവസരത്തിൽ നിങ്ങളുമായിട്ട് ആദ്യമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് 2010 അമേരിക്കയിൽ ഇറങ്ങിയ ഒരു പ്രൊട്ടസ്റ്റൻ്റ് പാസ്റ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ കത്തോലിക്ക വിഭാഗത്തിൽപ്പെടുന്നതല്ലാത്തതായിട്ടുള്ള വിവാഹമൊക്കെ കഴിക്കാവുന്ന ആ വിധത്തിലുള്ള ഒരു പ്രൊട്ടസ്റ്റൻ്റ് അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെ പറ്റി അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ഹെവൻ ഈസ് ഫോർ റിയൽ, അതായത് സ്വർഗം ഉണ്ടേ എന്നുള്ളതാണ്. ഈ പാസ്റ്ററിൻ്റെ പേര് ടോഡ് എന്നാണ്. അദ്ദേഹത്തിന് സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബമാണ് ഉള്ളത്. ഭാര്യയും 2 മക്കളും. അതിൽ ഒരു മകൻ്റെ പേര് കോൾട്ടൻ എന്നും പെൺകുട്ടിയുടെ പേര് കാസിയ എന്നുമാണ്. അപ്പോൾ ഒരിക്കൽ അവർ ഒരു യാത്രയൊക്കെ പോയി തിരിച്ചു വന്ന അവസരത്തിൽ മകന്, ഈ കോൾട്ടൻ എന്ന് പറയുന്ന മകന് എന്തോ കലശലായിട്ടുള്ള അസുഖം. ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ കാര്യം മനസ്സിലായി, അപ്പൻഡിസിസിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ ചെയ്തു. എങ്കിൽ കൂടിയും 3-4 ദിവസം അബോധാവസ്ഥയിൽ തന്നെ അവൻ കഴിഞ്ഞുകൂടി. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ
ജീവിതത്തെ പറ്റി സ്വല്പമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പരാതി പറയുവാൻ തുടങ്ങി. ആരുമില്ലാതിരുന്ന അവസരത്തിൽ അദ്ദേഹം ദേവാലയത്തിൽ പോയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുകയാണ്, എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. മകൻ്റെ ഓപ്പറേഷൻ്റെ പൈസ കൊടുക്കുവാനുള്ള അവസ്ഥ പോലും ഇപ്പോൾ എനിക്കില്ല. അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായിട്ടുള്ളത് നീ എൻ്റെ മകനെ തൊട്ടു എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാക്കിയിരിക്കുന്നത്, വേദന ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. എന്നാൽ ഈ മകൻ 3 ദിവസങ്ങൾക്ക് ശേഷം ഏതാണ്ട് സുഖപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരികയും ചെയ്തു. എന്നിട്ട് ഒരു ദിവസം കോൾട്ടൻ അപ്പനോട് പറയുകയാണ്, ഡോക്ടറിൻ്റെ ബില്ലൊക്കെ കൊടുക്കണമെന്ന്. അപ്പോൾ അപ്പൻ ചോദിച്ചു, നിനക്കെങ്ങനെയാണ് ഇതിനെപ്പറ്റിയുള്ള അറിവുള്ളത്? അത് ഞാനും ഡോക്ടറുമായിട്ടല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരുടെ കാര്യമല്ലേ, നിനക്കെങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ സാധിച്ചത്? അപ്പോൾ അല്ല, ഡോക്ടർ എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ അധ്വാനിച്ചത് ഞാൻ കാണുകയുണ്ടായി. പിന്നീട് ഒരു ദിവസം ഈ കോൾട്ടൺ എന്ന് പറയുന്ന മകൻ തന്നെ അപ്പച്ചനോട് പറയുകയാണ്, എൻ്റെ വല്യപ്പച്ചനെ, അതായത് അപ്പച്ചൻ്റെ അപ്പച്ചനെ, ഗ്രാൻഡ് ഫാദറിനെ ഞാൻ കണ്ടു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് വീട്ടിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പോൾ നീ എങ്ങനെയാടാ വല്യപ്പനെ കാണുന്നതിനിടയായതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ സ്വർഗം വരെയും പോയി. സ്വർഗത്തിൽ വെച്ച് വല്യപ്പച്ചനുമായിട്ട് സംഭാഷണം നടത്തി. അപ്പോൾ അവൻ്റെ പപ്പ ഈ പാസ്റ്റർ ടോഡ് വല്യപ്പച്ചൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അവനെ കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ ആളുമായിട്ടാണോ നീ സംസാരിച്ചതേ എന്ന്. അവൻ പറഞ്ഞു, ഇങ്ങനെയുള്ള പ്രായമായൊരു വ്യക്തിയുമായിട്ടല്ല, ചെറുപ്പക്കാരനായിട്ടുള്ള വല്യപ്പച്ചനുമായിട്ടാണ് ഞാൻ സംസാരിച്ചതേ എന്ന്. അപ്പോൾ ഇവൻ്റെ പപ്പ പാസ്റ്റർ അപ്പോൾ തൻ്റെ സ്റ്റോർ റൂമിൽ കയറി പഴയ വലിയ അപ്പച്ചൻ്റെ ഫോട്ടോകൾ കണ്ടുപിടിച്ചു. ഒരു ആൽബത്തിൽ 3-4 പേര് ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോയിൽ നിന്ന് ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന ആരെയെങ്കിലുമാണോ നീ കണ്ടതേ എന്ന്. അവൻ പറഞ്ഞു, ഇതിൻ്റെ നടുക്കിരിക്കുന്നവനാണ് എന്ന്, ആ വ്യക്തിയായിട്ട് സംസാരിച്ചതേ എന്ന്. ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ അവൻ കാണാത്തതും എന്നാൽ പാസ്റ്ററിന് അറിയാമെന്നതുമായിട്ടുള്ള തൻ്റെ അപ്പച്ചൻ്റെ ഫോട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് പാസ്റ്ററിന് തന്നെ എന്തെന്നില്ലാത്ത സംശയമായി. അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഇങ്ങനെ ചിലർക്ക് ഒരു അനുഭവങ്ങൾ ഉണ്ടാകാറുള്ളതാണ്. സ്മരണത്തോടടുക്കുന്ന അവസരത്തിൽ ചിലർക്കുണ്ടാകാവുന്ന ഒരു അനുഭവമാണിത്. ഹലൂസിനേഷൻ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുവാറുള്ളത്. അപ്പോൾ ഇത് ഈ കാര്യത്തെ പറ്റി അദ്ദേഹം ഒരു ദിവസം ദേവാലയത്തിൽ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളോട് പറഞ്ഞു. അപ്പോൾ ആളുകൾ ഇത് കേട്ടപ്പോഴത്തേന് ഈ പാസ്റ്ററിന് എന്തോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, മകൻ്റെ ആ അനുഭവത്തെ പറ്റി പങ്കുവെക്കുന്നത്, എൻ്റെ വേദനയെപ്പറ്റി പങ്കുവെക്കുന്നതുകൊണ്ട് പറഞ്ഞു, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദയവായിട്ട് ദേവാലയത്തിൽ പറയരുത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മേലധികാരികളോട് ഇദ്ദേഹത്തെ പറ്റി പരാതി പറയുകയും ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് മാറ്റം കിട്ടുന്നതിനുമൊക്കെ ഇടയായേക്കാം. അതുകൊണ്ട് ദയവായിട്ട് ഇങ്ങനെ ഈ വിധത്തിലുള്ള ഒരു വിഷയത്തെ പറ്റി ഞങ്ങൾ ഒരു പ്രസംഗം ഈ ദേവാലയത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്ന്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം
ഈ കോൾട്ടൺ എന്ന് പറയുന്ന വ്യക്തി, ആ കുട്ടി അമ്മയുടെ അടുത്ത് ചെന്ന് മമ്മി തുണി മടക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അമ്മയോട് ചോദിച്ചു, എനിക്ക് ഈ ഒരു അനിയത്തി ഉണ്ടായിരുന്നു അല്ലേ എന്ന്. പറഞ്ഞു, നിനക്കൊരു അനിയത്തി ഉണ്ടല്ലോ കാസിയ. അല്ലാതെ എനിക്കൊരു അനിയത്തി ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ അമ്മയ്ക്ക് പറഞ്ഞു, അതെങ്ങനെയാണ് നിനക്കറിയാൻ പറ്റിയതേ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഒരു അനിയത്തിയുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അനിയത്തിയുടെ പേരെന്താണ് എന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, പേര് നിങ്ങൾ ഇട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവളെ പേര് ചൊല്ലി വിളിക്കുന്നതേ എന്ന്. അപ്പോൾ ശരിയാണ് എന്ന് അമ്മ പറഞ്ഞു. അത് കാരണം മറ്റൊന്ന്, ഏതാണ്ട് 8 മാസം പ്രായമുള്ള സമയത്താണ് ഗർഭപാത്രത്തിൽ വെച്ച് ഇവൾ മരിക്കുന്നത്. ആ കുട്ടിയെ അതുകൊണ്ട് ആണാണോ പെണ്ണാണോ എന്നറിയാൻ പാടില്ലാത്തത് കൊണ്ട് പേരും നൽകിയില്ല. അപ്പോൾ ഇത് കേട്ട് ഇത് മനസ്സിലാക്കി അറിഞ്ഞ അപ്പച്ചൻ അടുത്ത ദിവസത്തെ, അതായത് പാസ്റ്റർ അടുത്ത ദിവസത്തെ പ്രസംഗത്തിലും പള്ളിയിൽ ഇത് ഇപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, ഇപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ ഈ ദേവാലയത്തിൽ പല പ്രാവശ്യവും സ്വർഗത്തെ പറ്റി നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതാണ്. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ എന്ന് പല പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. എന്നാൽ സ്വർഗമുണ്ട് എന്നുള്ള ആ സത്യം യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത് എൻ്റെ മകൻ്റെ അനുഭവമാണ് എന്ന്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ ചിന്തയ്ക്ക് വിധേയമാക്കുന്നതും മറ്റൊന്നുമല്ല. സ്വർഗമുണ്ട്, ഉത്ഥാനമുണ്ട്. നമ്മുടെ ഈ ലോക ജീവിതത്തിനപ്പുറത്ത് നമുക്ക് ഒരു ജീവിതമുണ്ട് എന്നുള്ള ആ സത്യത്തിലേക്കാണ്, ആ യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ ലോക ജീവിതത്തിന്റെ അവസാനം കർത്താവ് പോയത്. അപ്പോൾ ഇതുമായിട്ട് കൂട്ടിബന്ധിപ്പിച്ചുകൊണ്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കപ്പ്യാര്, അദ്ദേഹം ചെറിയ ഒപ്പീസിയലിന് അവസരത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി എന്നതിന് പകരമായിട്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തീരുമാനത്തിന് സ്തുതി എന്നാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ വികാരിയച്ഛൻ പല പ്രാവശ്യം പറഞ്ഞു, എങ്കിൽ തന്നെയും അവൻ അതൊന്നും കൂട്ടാക്കിയില്ല. കപ്പ്യാര് ഇത് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനം വികാരിയച്ഛൻ ചിന്തിച്ചപ്പോൾ അത് ശരി തന്നെയാണ് ആ കപ്പ്യാര് പറയുന്നത്. അപ്പോൾ പിതാവായ ദൈവത്തിന്റെ തീരുമാനമായിരുന്നു പുത്രനെ ഉയർപ്പിക്കുക എന്നുള്ളത്, പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ശ്രവിച്ചു പാപത്തിന്റെ ഫലം എന്താണ് എന്ന്. പാപത്തിന് അനന്തരഫലമായിട്ട് അല്ലെങ്കിൽ ജഡമോഹങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വന്ന് സംഭവിക്കാവുന്ന വിപത്തുകളെ പറ്റി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള ഫലങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന അവസരത്തിൽ സ്വർഗോന്മുഖരായിട്ടും സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ദൈവത്തിന്റെ തീരുമാനമായിരുന്നു ആദ്യം യേശുവിനെ, പിന്നെ അവനിൽ മരിക്കുന്ന എല്ലാവരെയും. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശുവിന്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്താൽ അവനോട് ഐക്യപ്പെട്ടവരെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ പുനരുത്ഥാനത്തിലും അവനോട് നമ്മൾ ഐക്യപ്പെട്ടവരായിരിക്കും. യേശുവിന്റെ മരണത്തോട്
ഐക്യപ്പെട്ടവരാണെങ്കിൽ, സദൃശരായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ സൗഭാഗ്യം സ്വർഗം തന്നെ ആയിരിക്കുമെന്ന്. എന്നാൽ നമ്മൾ ഉയർപ്പിന്റെ ജീവിതം നടത്തണമെന്നാൽ, ഉയർപ്പിന്റെ ജീവിതം നമ്മൾക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത പലരും ഉണ്ടായിരിക്കാം. കാരണം നമ്മൾ ഉയർപ്പിന്റെ ജീവിതം നയിക്കുകയാണെങ്കിൽ പലർക്കും പല നഷ്ടങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ഒരു മദ്യപാനിയുടെ മനസാന്തം ആഗ്രഹിക്കാത്ത ചില വ്യക്തികൾ കാണുമായിരിക്കും. അത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ ആരൊക്കെയാണ് എന്നുള്ളത്. ബാർ ഉടമയായിരിക്കാം, അല്ലെങ്കിൽ അവനെ വണ്ടി കൊണ്ടുപോകുന്ന വ്യക്തികളായിരിക്കാം, അപ്പോൾ അവനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചിലവരായിരിക്കാം. എന്നാൽ അവൻ്റെ കുടുംബം അവൻ്റെ ഉത്ഥാനമാണ്, ഉയർപ്പാണ് ആഗ്രഹിക്കുന്നത്. കൊട്ടേഷൻ ടീമിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് അവന് മോചനം ചേരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിൽ നിന്നുള്ള ഉയർപ്പ് അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ ടീം അംഗങ്ങൾ ഒരിക്കലും സമ്മതിക്കുകയില്ല. നമുക്കറിയാമല്ലോ അതോ ലോകത്തിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് എന്ന്. അപ്പൊ അവരിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ അവരുടെ രഹസ്യങ്ങൾ മുഴുവൻ പുറത്തു പോകും, അല്ലെ അവരെ ഒറ്റിക്കൊടുക്കുമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളെ ഉന്മൂലനം ചെയ്യുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ അവർ തന്നെ പരസ്പരം സംശയത്തോടുകൂടി ജീവിക്കുന്നതായിട്ട് നമുക്കറിയാം. പല രാജ്യങ്ങളിൽ അങ്ങനെയാണ്. അവരടുത്താണ് താമസിക്കുന്നത്, ഇവനടുത്തുള്ളവനെ സംശയമാണ്. കാരണം ഇവൻ ഏത് വിഭാഗത്തിൽപ്പെടുന്നവനാണ്, എന്നെ ഒറ്റിക്കൊടുക്കുന്നവനാണോ എന്ന് എനിക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഒന്നും തുറന്നു പറയാതെ ജീവിക്കുന്ന അവസ്ഥ. എന്നാൽ അവൻ്റെ അമ്മ എത്ര തീവ്രമായിട്ടായിരിക്കും അവൻ്റെ ഉയർപ്പിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ചിലരാകട്ടെ ഉയർപ്പ് ഭയപ്പെട്ടേക്കാം. കാരണം മയക്കുമരുന്ന് അടിമയായിട്ടുള്ള വ്യക്തിയായിരിക്കാം. കാരണം ഞാനായിരിക്കും ആദ്യമായിട്ട് അവന് മയക്കുമരുന്ന് കൊടുത്തത്. അവൻ അതിൽ നിന്നൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തന്നെ അത് അപകടമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ ഉയർപ്പ്, അവൻ അതിൽ നിന്നുള്ള വിടുതൽ ചിലർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അവന്റെ ബന്ധപ്പെട്ടവർ അവനെ അതിൽ നിന്നുള്ള മോചനം നേടുന്നതിന് എത്ര തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ ഇങ്ങനെ എല്ലാവരുടെയും മോചനമല്ലേ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം. അതല്ലേ നമുക്ക് സന്തോഷം നൽകേണ്ടിയിരിക്കുന്നതും. എല്ലാവരും ഉയർത്തി കാണുവാൻ, അല്ലെങ്കിൽ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് മോചിതരായി കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള അടിമത്തത്തിൽ നിന്ന് മോചിതരായി നമ്മൾ ആകേണ്ടിയിരിക്കുന്നു. അപ്പോൾ പല വിധത്തിലുള്ള അടിമത്തമാണ്, മോചനമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്നത്. ദാരിദ്ര്യത്തിൻ്റെതായിരിക്കാം, രോഗത്തിൻ്റെതായിരിക്കാം, പാവത്തിൻ്റെതായിരിക്കാം, അറിവില്ലായ്മയുടേതായിരിക്കാം, നശ്വരതയുടേതായിരിക്കാം. ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള മരണത്തിൽ നിന്ന് സ്നേഹമുള്ളവരെ നമ്മൾ ഉയർത്തെഴുതേണ്ടിയിരിക്കുന്നു, മോചിതരായിരിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഉത്ഥാന ജീവിതമായിരിക്കണം എന്റെയും നിങ്ങളുടെയൊക്കെ ലക്ഷ്യം. അപ്പോൾ ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് ഈ ഉയർപ്പ് തിരുനാളിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. തൻ്റെ പുത്രനെ പോലും ഈ ലോകത്തിലേക്ക് നൽകുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, മുന്തിരിത്തോട്ടത്തിൽ അതിൻ്റെ വിളവിന്റെ ഫലം എടുക്കുന്നതിന് വേണ്ടി, അവകാശം കിട്ടുന്നതിന് വേണ്ടി തൻ്റെ പുത്രനെ അയക്കുന്ന അവസരത്തിൽ പുത്രനെയെങ്കിലും ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് പിതാവ് അയക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവനെ കൊന്നുകളയുന്നതായിട്ടാണ് സുവിശേഷം നാം കാണുന്നത്. എന്നാൽ അവരെ കൊന്നുകളയുകയല്ല, പിതാവേ അവരോട് ക്ഷമിക്കണമെന്നുള്ള മനോഭാവത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിന്റെ ചിത്രമാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. ഉയർത്തെഴുന്നേറ്റു എന്നത് മാത്രമല്ല നമ്മുടെ സന്ദേശം,
നമ്മുടെ എല്ലാവരുടെയും ഉത്ഥാനം മനുഷ്യരാശിക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം ശിഷ്യന്മാർക്ക് ഉത്തരനായി യേശു ആത്മാവിനെ നൽകി. തൽഫലമായിട്ട് അവർ പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവവുമായിട്ടുള്ള ബന്ധം മരണം കൊണ്ട് അവസാനിക്കുന്ന ഒന്നാകരുത്. പുനരുത്ഥാനം നമ്മെ പഠിപ്പിക്കുന്ന സത്യം മരണത്തിൽ പോലും നമ്മെ വേർപെടുത്തുവാനാകാത്തൊരു ബന്ധമാണ് എൻ്റെ മരണത്തിലൂടെ നാം എന്നിൽ സംഭവിക്കുന്നത്. കാരണം യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ചിന്തി എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ദൃഷ്ടിയിൽ നിന്ന് മനസ്സിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ മനുഷ്യബന്ധങ്ങൾ ഇല്ലാതായി തീരുമെന്നുള്ളതാണ് സാധാരണമായിട്ടുള്ള നമ്മുടെ വെയ്പ്പ്. അപ്പോൾ നമുക്ക് നേരത്തെ പരിചയമുള്ള വ്യക്തികൾ എത്രമാത്രമുണ്ട്, അവരുമായിട്ടും നമുക്കിപ്പം കോണ്ടാക്റ്റ് ഇല്ല. കാരണം മറ്റുള്ള നമ്മൾ ദൃഷ്ടിയിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നുള്ളതാണ്, മനസ്സിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ യേശുവിൻ്റെ ബന്ധം അപ്രകാരമല്ല. യേശു പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്വൻ നിത്യമായിട്ടും ജീവിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ അടുത്തല്ലെങ്കിലും ശാരീരികമായിട്ട് അടുത്തല്ലെങ്കിൽ തന്നെയും തമ്പുരാനുമായിട്ടുള്ള ബന്ധം അഗാധമാണ്. അല്ലെങ്കിൽ തമ്പുരാന് നമ്മോടുള്ള ബന്ധം തീവ്രമാണ്, തീഷ്ണമായിട്ടുള്ള ബന്ധമാണ്. ഈ ലോകത്തിൽ അതിന് നാം ചെയ്യേണ്ടിയിരിക്കുന്നത് തമ്പുരാന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇടം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതിന് പര്യാപ്തമാണോ എൻ്റെ ചെയ്തികളെന്ന് നാം ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഉത്ഥാനത്തിൻ്റെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ തിരുനാൾ ദിവസം. അപ്പോൾ എൻ്റെ മരണനേരത്ത് കടപ്പാടിൻ്റെ കണ്ണീരൊഴുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിക്ക് ഞാൻ ഏതെങ്കിലും വിധത്തിൽ ഒരു നന്മയായി പരിണമിച്ചിട്ടുണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ജീവിതത്തിലൂടെയാണ് മനുഷ്യ ഹൃദയങ്ങളെ തമ്പുരാൻ നേടിയെടുത്തതെങ്കിൽ അപ്രകാരം നമുക്കും മനുഷ്യ ഹൃദയങ്ങൾ നേടിയെടുക്കുന്നതിന് സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയായിട്ട് സംസാരിക്കുവാനിടയായി. ആ സ്ത്രീ പറയുകയാണ്, ഏതാണ്ട് 10-70 വയസ്സായിട്ടുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ ഭർത്താവിനോട് എനിക്കൊന്നും മിണ്ടുവാൻ പറ്റുന്നില്ല. ആ ഭർത്താവിനെ പറ്റിയുള്ള ചിന്ത പോലും എന്നിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് പോലുമുള്ള പേടിയാണ് എനിക്കുള്ളത് എന്ന്. എന്താ കാര്യം? പറഞ്ഞത് മറ്റൊന്നുമല്ല, എൻ്റെ ചെവി അടിച്ച് എൻ്റെ ഒരു കണ്ണിന് കാഴ്ച എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോഴും എനിക്ക് എൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്നതിന് പേടിയാണ്. കാരണം ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇനി അടുത്ത കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെടുത്തുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നത് എന്ന്. ആ വ്യക്തികളെ, അങ്ങനെയുള്ള വ്യക്തിയെ ആർക്കായിരിക്കും സ്വർഗം നഷ്ടപ്പെടുന്നത്? ആ സ്ത്രീക്കാണോ? അല്ലെങ്കിൽ അപ്രകാരം പ്രവർത്തിക്കുന്ന ആ ഭർത്താവിനാണോ? അപ്പൊ കർത്താവ് തന്നെ എന്നാ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഒരു ശരീര അവയവം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അതിനെ മുറിച്ചു കളയുക. അതിനെ കഴിഞ്ഞും നല്ലത് നീ അപ്പോൾ ഒരു കൈയോ കാലോ നഷ്ടപ്പെട്ടിട്ട് നരകാഗ്നിയെ പ്രവേശിക്കുന്നതിനെ കഴിഞ്ഞും അംഗഹീനനായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന്. അപ്പോൾ ഒരു സ്ത്രീയുടെ മാത്രം ഉദാഹരണമായിരിക്കാം. നമ്മൾ ആരും അങ്ങനെയുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മദ്യപാനത്തിൻ്റെതോ അല്ലെങ്കിൽ മറ്റു തിന്മകൾക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ഭാര്യയെ മർദ്ദിക്കുന്നവരോ ഭർത്താവിനെ മർദ്ദിക്കുന്നവരോ കുട്ടികളെ മർദ്ദിക്കുന്നവരോ അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാൻ മേലാതെ ആശയവിനിമയമില്ലാതെ ജീവിക്കുന്ന വ്യക്തികളാണ് ഞാൻ കരുതുന്നില്ല.
എന്നാൽ അങ്ങനെയുള്ള അവസ്ഥകളുമുണ്ട്. എന്നാൽ തങ്ങളുടെ തിന്മകൾ മനസ്സിലാക്കാതെ കണ്ട് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്തി മറ്റുള്ളവരെ അടിച്ചമർത്തപ്പെടുത്തുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ തിരുമുറിവാണ് സാക്ഷ്യമായിട്ട് ശിഷ്യന്മാരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തെങ്കിൽ എനിക്ക് സ്നേഹത്തിൻ്റെതായിട്ടുള്ള തിരുമുറിവുകൾ, സേവനത്തിൻ്റെതായിട്ടുള്ള തിരുമുറിവുകൾ എൻ്റെ ജീവിതത്തിലൂടെ, കുടുംബ ജീവിതത്തിലൂടെ, വ്യക്തി ജീവിതത്തിലൂടെ, സമൂഹ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നതിന് എനിക്ക് കഴിയുമോ? സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഉയർപ്പിനെ പറ്റി ചിന്തിക്കുന്ന അവസരത്തിൽ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗം എന്ന് പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. അത് ഞാൻ തേടേണ്ടതായിട്ടുള്ള, എത്തിച്ചേരേണ്ടതായിട്ടുള്ള ഒന്നാണ്. അതെൻ്റെ സൽപ്രവൃത്തികളിലൂടെയാണ് ഞാൻ നേടേണ്ടിയിരിക്കുന്നത്. അപ്പോൾ പുനരുത്ഥാനത്തെ പറ്റിയുള്ള ആ ചിന്ത നമുക്ക് ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ടതായിട്ടുള്ള ഒന്നല്ല. ഇന്ന് എൻ്റെ ജീവിതത്തിലൂടെ ഇവിടെ യാഥാർത്ഥ്യമാകേണ്ട ഒന്നാണ്. എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ. അപ്പോൾ ഭൗമികമായിട്ടുള്ള പരിമിതികൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും അപ്പുറമാണ് മനുഷ്യ അസ്തിത്വം എന്നുള്ളതും അത് നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനമാണ്. ഭൗമികമായിട്ടുള്ള പരിമിതികൾക്ക് അപ്പുറത്തൊരു ജീവനുണ്ട്. ആ ജീവിതത്തിന് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈസ്റ്റർ അല്ലെങ്കിൽ ഉത്ഥാനം തിരുനാളുകളുടെ മരണത്തിൻ്റെ അസ്തമയമായിരുന്നെങ്കിൽ ഒരു പുതിയ അനുസ്മരണമാണ്, പുതിയ ഉദയമാണ് നമ്മൾ ഈസ്റ്ററിലൂടെ അനുസ്മരിക്കുന്നത്. അത് യേശുവിനെ സംബന്ധിച്ച് മാത്രമുള്ള ഒന്നല്ല, വിശ്വസിക്കുന്ന എല്ലാവർക്കും സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഉദയം പുതിയ ജീവിതത്തിലേക്കുള്ളതാണ്. പുതിയ മനോഭാവത്തിലേക്കും പുതിയ പ്രവൃത്തിയിലേക്കും ശൈലിയിലേക്കും നമുക്ക് യേശുനാഥനോട് പ്രത്യേകമായിട്ട് ഉത്ഥാനത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗമെന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ഇന്ന് കുടുംബത്തിൽ ജീവിക്കേണ്ടതായിട്ട്, ഇടവകയിൽ ജീവിക്കേണ്ടതായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ട് തദനുസാരം ജീവിക്കുന്നതിന് സത്യത്തിൽ അങ്ങ് സത്യമായിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്നും ആ യാഥാർത്ഥ്യം എന്നും ജീവിക്കുന്നതിന്, ഈ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്നതിനുള്ള ശക്തിയും കൃപയും എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യബലി അർപ്പണത്തിൽ തമ്പുരാനോട് ഇതിനുവേണ്ടി ഉദ്ധിതനായ യേശുവിനോട് ഉള്ള അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാൻ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഉദ്ധിതനായ യേശുവിൻ്റെ സമാധാനവും സന്തോഷവും. ഹാപ്പി ഈസ്റ്റർ.